ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് 21,303 കിലോമീറ്റർ വണ്ടി ഓടിയാക്കണേ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ബാറ്ററി ചെക്കപ്പ്, കീ സെറ്റ്, ലൂസ് കോൺടാക്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിച്ചു എന്നുള്ള രീതിയിലാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ മില്ലിങ്ങിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ ഉണ്ട്. അത് മെയിനായിട്ട് അതിൻ്റെ വീൽ ആക്സിലിന് ചെറിയ ലൂസ് വരും. ആക്സിൽ നട്ട് ടൈറ്റ് ചെയ്യുന്നത് ചെറിയൊരു ലൂസ് വരുമ്പോൾ ആ പ്രോബ്ലം കാണിക്കാം. അത് നമുക്കൊന്ന് ത്രെഡ് ലോക്കർ ഇട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് യൂസ് ചെയ്യാം. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ ഒരിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം. അതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ ഇവിടെ ഒരു നനവ് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു 120 മില്ലി ഓയിലുണ്ട് ആ ഗിയർ വീലുകൾക്ക് ലൂബ്രിക്കേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നനവ് പോലെയാണ് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ അതൊരു മേജറായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം. കൂടുതൽ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ഓൾസിൽ മാറ്റേണ്ടതായിട്ട് വരും. സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഗിയറിൻ്റെ ഈ വീലിൻ്റെ ഈ ഷാഫ്റ്റ് വീല് പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിനൊക്കെ പ്ലേ ഉണ്ടെങ്കിലാണ് നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ ചെയ്യേണ്ട ദിവസമുള്ളൂ. അപ്പോൾ നിലവിൽ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഇവിടെ പൊടി പിടിച്ചിരിക്കണമെന്ന് പറയാം. നമുക്ക് അവിടെ ചെറിയതായിട്ടൊരു ലീക്കേജിൻ്റെ ആരംഭമാണ്, തുടക്കമാണ്. പരമാവധി ഓടത്തെ നമുക്ക് കൂടുതലായിട്ട് കംപ്ലയിൻസൊക്കെ വന്ന സമയത്ത് അയച്ചാൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ സൈഡൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ. നമുക്കത് കിടക്കണം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ഉള്ളത് CVT ക്ലച്ചാണ്. CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ നല്ല രീതിയിലൊക്കെ പൊടിയുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഏകദേശം നമുക്കൊരു 20-23 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ ബെൽറ്റ് മാറ്റി കളയാനാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെ ഒരു പക്ഷേ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഏകദേശം ഒരു 20,000-25,000 ഇടയിലൊക്കെ നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടി വരാറുണ്ട് കേട്ടോ. ചിലതൊരു 30,000 വരെയൊക്കെ കിട്ടാറുമുണ്ട്. പഴയ മോഡൽ വാഹനങ്ങളിൽ ഇപ്പോൾ വരുന്നത് പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ്. അതൊക്കെ നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ്. പക്ഷേ ഇത് ശരിക്കും ഏകദേശം ഒരു 20,000-30,000 ഇടയിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരാറുണ്ട് ഈ ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ നോർമൽ തേമാനൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും നമുക്ക് ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളിൽ തന്നെ അതിൻ്റേതായ പൊടിയുടേതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എയറടിച്ച് ക്ലീനാക്കി എടുക്കണം. ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സെൽഫ് അടിച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കിക്കർ വീൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കലുണ്ടാവില്ല, കിക്കർ ഉപയോഗിക്കലുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് റെഡി ആക്കിയേക്കാം. എപ്പോഴെങ്കിലും നമുക്ക് കിക്കറൊക്കെ അടിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കതൊരു ഇതായിട്ട് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ കിക്കർ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്തുകൊണ്ട് ഇതും ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും 9.42 വരെ വരുന്നുണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് നിലവിൽ അതിൻ്റെ കോൺടാക്റ്റ് ടെർമിനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ കേസൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഈ മോഡൽ വണ്ടികൾക്ക് തന്നെ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ടല്ലോ. ഈ ഭാഗത്തൊക്കെ ഇതിവിടെ ഈ സൈഡൊക്കെ തുരുമ്പിട്ടണ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് അങ്ങനെ വന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുമുള്ള ഈ പാഡ് സെറ്റ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ കുഴപ്പമില്ല, ഈ രീതി തന്നെ ഇടാം. ജസ്റ്റ് നേരടിച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വന്ന കേസുകൾ ഒരു 99% വണ്ടിയുടെയും ഈ പാഡ് സെറ്റ് പൊളിഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. ഇതിനൊക്കെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് ആ പ്രോബ്ലം. പരമാവധി നമുക്ക് ഉപയോഗിക്കാം. അത് പൊളിഞ്ഞു പോകാൻ ഇത് കാരണം ഇപ്പോൾ ഇവിടെ തുരുമ്പ് വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് അതിൻ്റെ കോട്ടിങ് പൊളിഞ്ഞു തന്നെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും തുരുമ്പ് പിടിക്കും. ഇതിപ്പോൾ ശരിക്കും ഈ ഫൈബർ പീസ് ഇതുമേ ഒട്ടിച്ച് വെച്ചാണ്, പേസ്റ്റ് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടും, അത് പൊളിഞ്ഞു പോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ അത് എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. പരമാവധി നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം. അതിടയ്ക്ക് കംപ്ലയിൻറ്റ് വന്നേക്കാം കേട്ടോ. ഇപ്പം അതിന് വേണ്ടി മാറ്റണമെന്നൊന്നുമില്ല, പക്ഷേ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ കൂട്ടത്തിൽ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റാക്കി വിടണമുണ്ട് കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല.
നമ്മൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരിക. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തേക്കൂടെ പ്ലഗ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഓയിലൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ 3000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ഓടിക്കാതെ ബുദ്ധിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനാകെ കൂടി നമുക്ക് ഇതിനകത്ത് വരുന്ന 600 വലിയ ഓയിലാണ്. അപ്പോൾ ഒരു കമ്പനി 5000 കിലോമീറ്ററൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് ആ സമയമാകുമ്പോഴത്തേക്കും ആ ഓയിലിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒരു നഷ്ടം നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5-6 മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും. ഓക്കെ.